ഹോർമൂസ് കടലിടുക്കിലൂടെ നീങ്ങിയ പനാമ പതാകയേന്തിയ കിക്കു എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാനിലെ 10 സൈനിക കേന്ദ്രങ്ങളിലാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. മേഖലയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തുടർച്ചയായ 2ാം ദിവസമാണ് അമേരിക്കൻ സൈന്യം തിരിച്ചടി നൽകുന്നത്. ശനിയാഴ്ചയും മേഖലയിൽ സംഘർഷമുണ്ടായിരുന്നു. പേർഷ്യൻ ഉൾക്കടലിൽ രൂപപ്പെട്ട നേർത്ത സമാധാനാന്തരീക്ഷം തകർത്ത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും മൂർച്ഛിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശപ്രകാരം ഇറാനിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക വൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. റഡാർ സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ സംഭരണശാലകൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാൻ നടത്തുന്ന പ്രകോപനങ്ങൾ അനുവദിക്കാനാകില്ലെന്നും പാഠം പഠിച്ചില്ലെങ്കിൽ രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന തരത്തിലുള്ള കടുത്ത മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ഇനിയും സമാധാനം കാത്ത് ഇരിക്കാനാകില്ലെന്നും ഇത്തരത്തിലുള്ള ജോലി പൂർത്തിയാക്കാൻ സൈനികമായി ഇടപെടേണ്ടി വരുമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണി മുഴക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാറുകൾ തുടർച്ചയായി ലംഘിക്കുന്ന ഇറാനിയൻ നടപടികളാണ് വീണ്ടും വലിയൊരു യുദ്ധത്തിന്റെ വക്കിലേക്ക് മേഖലയെ എത്തിച്ചിരിക്കുന്നത്. ഒമാൻ തീരത്ത് വെച്ച് കിക്കു എന്ന ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണമാണ് പുതിയ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയത്. 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലുമായി ഹോർമൂസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര വ്യാപാര പാതകളെ അസ്ഥിരമാക്കിയിരിക്കുകയാണ്. ഇതിനു പിന്നാലെ ബഹ്റൈനു നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കടലിടുക്കിലെ യാത്രാ നിയന്ത്രണങ്ങളെ അമേരിക്കയും സഖ്യരാജ്യങ്ങളും തള്ളിക്കളയുകയാണ്. ഹോർമൂസ് അന്താരാഷ്ട്ര ജലപാതയാണെന്നും അവിടെ ഇറാന്റെ നിയന്ത്രണം അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി ഒമാൻ തീരത്തെ സുരക്ഷാ ഇടനാഴി വിപുലീകരിക്കാൻ US നാവികസേന തീരുമാനിച്ചു. ഇത് മേഖലയിലെ നിർണായകമായ തന്ത്രപ്രധാന ഇടനാഴികളിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആണവ പദ്ധതികൾ നിയന്ത്രിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അമേരിക്കയുമായി ധാരണയിലെത്താൻ ഇറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സൈനിക നീക്കം നടക്കുന്നത്. വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ പരസ്പരമുള്ള ഇത്തരം ആക്രമണങ്ങൾ വരാനിരിക്കുന്ന സമാധാന ചർച്ചകളെ പൂർണ്ണമായും അട്ടിമറിക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നുണ്ട്. 60 ദിവസത്തെ കാലാവധിയുള്ള ഇടക്കാല സമാധാന കരാറാണ് നിലവിൽ ചർച്ചയിലുള്ളത്. തങ്ങളെ ആക്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്ന നിലപാടാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസും പങ്കുവച്ചത്. അക്രമം കൊണ്ട് തന്നെ നേരിടുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അമേരിക്കൻ നിലപാടിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡും സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആക്രമിക്കപ്പെട്ട കൃത്യമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ ഇരുകൂട്ടരും തയ്യാറായിട്ടില്ല. ഇറാനിലെ വ്യോമാക്രമണങ്ങൾ UN ചാർട്ടറിന്റെ ലംഘനമാണെന്നും സമാധാന കരാറുകൾ അട്ടിമറിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. തങ്ങളുടെ മണ്ണിലെ നിർണായകമായ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ ഇറാനിൽ കടുത്ത രോഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മേഖലയിൽ കൂടുതൽ തിരിച്ചടികൾക്ക് വഴിയൊരുക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ ഈ സംഘർഷം ആഗോള വിപണിയിലും അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. എണ്ണ ടാങ്കറുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ വ്യാപാര പാതകളുടെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന US നാവിക സാന്നിധ്യവും ഇറാൻ നടത്തുന്ന ശക്തമായ വെല്ലുവിളിയും മേഖലയെ മറ്റൊരു യുദ്ധമുഖത്തേക്ക് കൊണ്ടെത്തിക്കുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം.